സോ വീട് ലുക്കല്ലേ നോൺ കേസ് ലീവ്. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു ക്ലൈമറ്റിൽ എടുക്കാവുന്നതാണ്. ആൻഡ് ദ തിങ് ഈസ്, തമിഴിൽ കണ്ടുകൊണ്ട് തന്നെ ഞാൻ ചലഞ്ച് ചെയ്യാൻ പോവാണ് നെക്സ്റ്റ് 30 days എന്താ പറയുക, ഇൻ്റർനാഷണൽ ഓർഗാനിക് ഡ്രോപ്പ് ഷിപ്പിംഗ്, അതും വിത്തൗട്ട് പ്രൊഡക്റ്റ്. ഓക്കെ, ഞാൻ ഒരു പ്രൊഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എടുത്ത് വീഡിയോ മേക്ക് ചെയ്യുന്നില്ല. അപ്പം ക്വസ്റ്റ്യൻ ഈസ് അതെങ്ങനെയാണെന്നുള്ളത്, കണ്ടൻറ് സ്റ്റീലിംഗ്. ഓക്കെ, ഇതിനു മുമ്പ് എനിക്ക് വർക്കായിട്ടുണ്ട്, ആ ഒരു മെത്തേഡ് എനിക്ക് വർക്കായിട്ടുണ്ട്. അതായത് ബാക്കിയുള്ളവരെ കണ്ടൻറ് ഞാൻ സ്റ്റീൽ ചെയ്യുന്നു, ഞാൻ അത് റീപോസ്റ്റ് ചെയ്യുന്നു, ദാറ്റ്സ് ഓൾ. അപ്പോൾ ആ ഒരു മെത്തേഡിലൂടെയാണ്. അപ്പം പ്രൊഡക്റ്റ് ഞാൻ റിവീൽ ചെയ്ത് തരാം. അതായത് ഈ ഒരു പ്രൊഡക്റ്റാണ്. സോ ഐ തിങ്ക് അതിൻ്റെ പേര് വിനിൽ സ്പീക്കർ സംതിങ് ദാറ്റ്, ബട്ട് ഇറ്റ്സ് എ ഹൈ വൗ ഫാക്ടർ ആൻഡ് ഇറ്റ്സ് എ വിൻറ്റേജ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ഈ ഓർഗാനിക്കലി ഞാൻ ഇതിന് മുമ്പേ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഇന്ത്യയിൽ കിട്ടിയില്ല, ആമസോണിൽ കിട്ടിയില്ല. ആമസോണിൽ എനിക്കൊരു പ്രൊഡക്റ്റും കിട്ടി, ബട്ട് അത് 1 month ഡെലിവറി ഡിലേയും കാണിച്ച്, ആൻഡ് 4,000-5,000 rupees അതിന് റേറ്റും. സോ ഇറ്റ്സ് നോട്ട് അഫോർഡബിൾ. പിന്നെ നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുമ്പോൾ എന്താ കാര്യമായിട്ടുള്ളത് നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാം റൂമിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആയിരിക്കില്ല. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇതിപ്പം ഈ സംഭവം എന്നുള്ളത് ഞാൻ മേക്ക് ചെയ്തതാണ്, ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് എനിക്കിതുവരെ ഡെലിവർ ആയിട്ടില്ല, ബ്ലൂ ഡാർട്ടിൽ നിന്ന് ഡെലിവർ ആയിട്ടില്ല. സോ അതെനിക്ക് ഡെലിവർ ആവാണ്ട്. ആൻഡ് ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് 8-9 പ്രൊഡക്റ്റ് ഞാൻ ഇപ്പം ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, 8-9 പ്രൊഡക്റ്റ്, അതിൽ 3 എണ്ണം തോന്നുന്നു ഫിസിക്കൽ ആയിട്ട്. ഇപ്പോൾ അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആൻഡ് 2 more. ബാക്കി ഇൻ്റർനാഷണൽ ലെവലിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ബ്ലൂ ഡാട്ട് എപ്പോഴും അവിടെ സ്റ്റക്ക് അടിച്ച് നിൽക്കുകയാണ്. ഞാൻ പ്രൊഡക്റ്റ് മൊത്തത്തിലൊന്നും കാണിച്ചു തരാം. ഇതാക്കണ്ടോ, ഇത് ആക്ച്വലി വാച്ചിൻ്റെ പെട്ടിയാണ്. ഓക്കെ, വാച്ചിൻ്റെ പെട്ടി ഞാൻ മോഡിഫൈ ചെയ്തിട്ട് ബ്ലാക്ക് ചാട്ടൊക്കെ ചാക്കിയതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് പ്രൊഡക്റ്റ് ഉള്ളത്. ഇപ്പോൾ ഒരു അൺബോക്സിങ് സംഭവം പോലെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോക്സ് മേക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ബോക്സ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ സ്പീക്കർ, അതായത് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന സ്പീക്കർ ആക്ച്വലി 5 കണ്ടൻറ്റാണ് ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 5 കണ്ടൻറ്റ് ചിലപ്പം കൂടും, ചിലപ്പം കുറയും. ഓക്കെ, 5 കണ്ടൻറ്റ് മിനിമം ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതും പെട്ടെന്ന് വിന്നിങ് കിട്ടുന്നതിനെ കൊണ്ട് തന്നെ വിന്നിങ് കിട്ടേണ്ടതുകൊണ്ട് തന്നെ ഞാൻ 3 കൺട്രിയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്: US, UK, ജർമ്മനി. അതിൽ ജർമ്മനീൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ എനിക്ക് സെറ്റ് ആയിട്ടില്ല. കാരണം ഞാൻ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇന്നലെ സസ്പെൻഷൻ തന്നു, അക്കൗണ്ടൊക്കെ ബാനിൽ കിടക്കുകയാണ്. അപ്പം അത് ജർമ്മനി ഒന്നും സെറ്റാക്കാണ്ട്, ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഓക്കെയാണ്. അപ്പം നാളെ മുതൽ സംഭവം ചെയ്യാൻ തുടങ്ങണം. ഐ തിങ്ക് കേരളത്തിൽ ഇതിപ്പം ഇൻ്റർനാഷണൽ ഓർഗാനിക് ഡ്രോപ്പ് ഷിപ്പിംഗ് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഓർഗാനിക് ഡ്രോപ്പ് ഷിപ്പിംഗ് ഞാനങ്ങനെ ആരെയും കണ്ടിട്ടില്ല. ആൻഡ് ഇന്ത്യൻ വേർഷനിൽ നോക്കുന്ന സമയത്ത് തന്നെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. മേ ബി ചെയ്യുന്നവരുണ്ടാവാം, ഓക്കെ, റിവീൽ ചെയ്തിട്ടായിരിക്കും. ബട്ട് യൂട്യൂബിൽ ഞാൻ നോക്കുന്ന സമയത്ത് ആരും കണ്ടിട്ടില്ല. മേ ബി ഐ ആം ദി ഫസ്റ്റ്. കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, വീഡിയോസ് കണ്ട് ബ്രോ ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് പഠിപ്പിച്ചിരോ, ഓർഗാനിക് പഠിപ്പിച്ചിരോ കാര്യങ്ങളൊക്കെ. ഓക്കെ, താല്പര്യമില്ലായിട്ടല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈം ഒരു ഇഷ്യൂ ആണ് എനിക്ക്. കാരണം നമ്മൾ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓക്കെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് അത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ടൈം സ്പെൻഡ് ആവുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ ബാക്ക് ഡോർ ആയിട്ട്, അതായത് ഇൻവെൻറ്ററി മാനേജ് ചെയ്യുന്നതും സപ്ലർ ആയിട്ടുള്ള കോൺടാക്ട് കാര്യങ്ങളൊക്കെ ഒരു ലെസ്സാക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെൻറ്റാണ് നിങ്ങൾ കാര്യമായിട്ട് മാനേജ് ചെയ്യേണ്ടില്ല ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടൻറ്റ് എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു, എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് സമയത്തിൻ്റെ ഭയങ്കര ഇഷ്യൂ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കയറുന്ന ഞാൻ കുറവാണ്. ഓക്കെ, എന്നാലും ഞാൻ റിപ്ലൈ കുറേ പേർക്ക് കൊടുക്കുന്നുണ്ട്. മേ ബി ഞാൻ ഒരു ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഓർഗാനിക്കിൻ്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യാൻ നോക്കാം. പക്ഷേ ഇപ്പോൾ പോസിബിൾ അല്ല. ഓക്കെ, ടൈം ഇഷ്യൂ ഉണ്ട്. പിന്നെ നിങ്ങളിതിപ്പം ഞാൻ പറഞ്ഞില്ലേ, കൺസിസ്റ്റൻസി, നിങ്ങളിത് ചെയ്ത് 1 week, 2 week, ഈവൻ 1 month കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അപ്പം ഈ 1 month കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെന്ന് വരിക. അതായത് നിങ്ങൾ വീഡിയോ ഇട്ട് അത് ചിലപ്പം 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും അത് റീച്ചിങ് സ്റ്റാർട്ടാവുന്നത്. അതായത് അക്കൗണ്ട് റീച്ച് ആവല്ലോ.
അത് നിങ്ങൾക്ക് 1 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ഇന്ന് ഇട്ട പോസ്റ്റ് ചിലപ്പം നാളത്തേക്ക് വൈറലായി വരാം, ചിലപ്പോൾ ഇന്നിട്ട പോസ്റ്റ് നെക്സ്റ്റ് വീക്കിലേ ആയിരിക്കും വൈറലാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും. പക്ഷേ ഇറ്റ്സ് വേർത്ത് ഇറ്റ്. കാരണം നിങ്ങളുടെ ടൈമിൽ നിന്ന് സ്കില്ല് പഠിക്കുകയാണ്. ഓക്കെ, വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു സ്കില്ല് പഠിക്കുന്നു, വീഡിയോൻ്റെ പ്രൊഡക്റ്റ് എടുക്കാനുള്ളൊരു സ്കില്ല് പഠിക്കുന്നു, ആൻഡ് മാർക്കറ്റിംഗ്. ഓക്കെ, അതാണ് മെയിൻ. ചുരുക്കി പറഞ്ഞുതരാം, ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിങ്ങും അതായത് ഇൻ്റർനാഷണൽ ഓർഗാനിക് ഡ്രോപ്പ് ഷിപ്പിങ്ങും ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിങ്ങും തമ്മിലുള്ള വ്യത്യാസം ചെറുതായിട്ട് പറയുകയാണെങ്കിൽ, മറ്റേത് നമ്മൾ കാര്യമായിട്ട് ഫേസ്ബുക്ക് മാനേജ് ചെയ്യുന്നു. ഓക്കെ, ഫേസ്ബുക്ക് ആണെങ്കിലും ടിക്ടോക്ക് ആണെങ്കിലും എന്താണെങ്കിലും അത് മാനേജ് ചെയ്യുന്നു. അതിന് അതായത് ഒപ്റ്റിമൈസേഷൻ ഉണ്ടാവും. ഡെയിലി നിങ്ങൾ ഒപ്റ്റിമൈസേഷൻ, ഡെയിലി പുതിയ ക്രിയേറ്റീവ് ചെക്ക് ചെയ്യുക, ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഒരു 1-2 മണിക്കൂറേ നിങ്ങൾ സ്പെൻഡ് ആക്കുന്നുള്ളൂ. കാരണം ഫേസ്ബുക്കിൻ്റെ മുമ്പിലിരിക്കുന്നു. ബാക്കിയുള്ളത് നിങ്ങൾ സപ്ലയേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യുന്നതും എന്താ പറയുക ഇൻവെൻട്രി മാനേജ് ചെയ്യുന്നതൊക്കെ അത് ബാക്ക് ഡോർ ആയിട്ടാണ്, അത് സെക്കൻഡ്. സോ ഇൻ്റർനാഷണൽ ഓർഗാനിക്കിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഫുൾ ടൈം നിങ്ങളിതിൽ ഫോക്കസ് ചെയ്യണം. കാരണം ഒരു ഡേ മൊത്തം നിങ്ങൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഒരു പ്രൊഡക്റ്റാണോ 2 പ്രൊഡക്റ്റാണോ 3 പ്രൊഡക്റ്റാണോ നിങ്ങൾ എത്ര പ്രൊഡക്റ്റാണോ ചെയ്യുന്നത് ആ ഒരു പ്രൊഡക്റ്റിലേ നിങ്ങൾ ഫോക്കസ് ആവും. കാരണം ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു, ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് 1 മണിക്കൂറിനടുത്ത് ആവറേജ് സ്പെൻഡായി. അങ്ങനെ നിങ്ങളൊരു 8-10 വീഡിയോ ആവറേജ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഹവേഴ്സ് പോയി. ആൻഡ് നിങ്ങൾ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആ സമയത്ത് സെയിം ടൈമിന് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ആ ടൈം ആലോചിക്കാമല്ലോ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇതിൽ ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ആവും ഈ ഓർഗാനിക്കിൽ. ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഒരു സ്പീക്കർ കാണിച്ചില്ല, ഈ സ്പീക്കർ ഇപ്പം ഇന്ത്യയിൽ റണ്ണിങ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഒരു അൺടാപ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയാം. നിങ്ങൾക്ക് ഇന്ത്യയിൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആരെങ്കിലും ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നും വിനിൽ ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് അങ്ങനെ ബ്രൗസറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. വീഡിയോസ് പിന്നെ ടിക്ടോക്കിലും കാര്യങ്ങളൊക്കെ അങ്ങ് അവൈലബിൾ ആവും. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു, നിങ്ങൾ ബ്രൗസ് ചെയ്ത് നോക്കിയാൽ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഞാൻ ഇത് അങ്ങനെ ആരും റൺ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഒന്നാമത് ഇന്ത്യയിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല. ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വിന്നിങ്ങിലേക്ക് എത്തിക്കാനും പറ്റും ആ ഒരു പ്രൊഡക്റ്റ്. ബിക്കോസ് ഇറ്റ് ഹാസ് എ ഹ്യൂജ് വിന്നിങ് കപ്പാസിറ്റി. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ എല്ലാം റിവീൽ ചെയ്യുന്നതായിരിക്കും. ഇത് എനിക്ക് പ്രോഫിറ്റ് എത്തുകയാണെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇതിൽ ലോസ് വരില്ല. കാരണം ഓർഗാനിക് ആണല്ലോ, എനിക്കൊരു ലോസും വരണ്ട. കാരണം ഞാൻ പ്രൊഡക്റ്റും കൂടി വാങ്ങിക്കുന്നില്ല, കണ്ടൻറ്റ് സ്റ്റീലിങ്ങാണ്. സോ എന്താ പറയുക, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിക്ടോക്ക് എനിക്ക് പറ്റില്ല. കാരണം ടിക്ടോക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് റീപോസ്റ്റിങ് ടിക്ടോക്കിൽ നടക്കില്ല. ടിക്ടോക്ക് ഷാഡോ ബാൻ കിട്ടും. ഓഫ് കോഴ്സ് ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ റീപോസ്റ്റിങ് സപ്പോർട്ടാണ്. കാരണം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട റീൽസ് തന്നെ നിങ്ങൾക്ക് വീണ്ടും കുറേ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു ഫീച്ചർ ഉണ്ട്. പിന്നെ യൂട്യൂബിലും ആ ഒരു ഫീച്ചർ ഉണ്ട്, ഷോർട്സിൽ. ഓക്കെ, അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. യൂട്യൂബ് എനിക്ക് തോന്നുന്നു അക്കൗണ്ടിലൊരു ഇഷ്യൂ ഉണ്ട്. ഏറ്റവും ഉറപ്പായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഞാൻ പോസ്റ്റ് ചെയ്യും, പിന്നെ ഫേസ്ബുക്ക് റീൽസ് ഞാൻ പോസ്റ്റ് ചെയ്യും. ഇൻസ്റ്റാഗ്രാമാണ് ഏറ്റവും വലിയ ഗ്ലിച്ച്. കാരണം എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റീച്ച് അൺലിമിറ്റഡ് പോലെ കിട്ടും. അപ് ടു 50, 100 മില്യൺ, 200 മില്യൺ ആ രീതിയിലൊരു ഗ്ലിച്ച് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പം അതിൻ്റെ മെജോറിറ്റി നോക്കുകയാണെങ്കിൽ ഒരു 1 മില്യൺ റീച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ആവറേജ് 1K to 3K ഡോളറാണ്, ഡോളർ വൈസാണ് ഞാൻ പറയുന്നത്. 1K to 3K ആണ് ആവറേജ് പെർ 1 മില്യൺ നിങ്ങൾക്ക് പ്രൊഡക്റ്റിന് കിട്ടുക. അതേ സെയിം ഒരു ഇത് തന്നെയായിരിക്കും, വേവ് ലെങ്ത് തന്നെയായിരിക്കും ടിക്ടോക്കും. പക്ഷേ യൂട്യൂബിൽ നിങ്ങൾക്ക് 1 മില്യൺ വ്യൂസൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺവേർഷൻ കുറവായിരിക്കും. കാരണം യൂട്യൂബിൽ കൺവേർഷൻ പൊതുവേ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് 8-9 പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അതായത് ഡെയിലി ഒരു 3 കൺട്രിയിലേക്ക് ഞാൻ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് US, UK, ജർമ്മനി. ഓക്കെ, അതിൽ ഡെയിലി 5 കണ്ടൻറ്റ് വെച്ചിട്ട് ഡെയിലി പോസ്റ്റ് ചെയ്യണം പെർ 1 കൺട്രി പെർ 1 പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പം കാൽക്കുലേറ്റ് ചെയ്താൽ മതി എത്രത്തോളം പോസ്റ്റ് ഞാൻ ഡെയിലി ഇപ്പോൾ ചെയ്യേണ്ടി വരുന്നത്. ആൻഡ് ഇന്നത്തെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് ഓഗസ്റ്റ് 20. അതായത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 21 മുതൽ. ഓക്കെ, അതായത് നാളെ മുതൽ. ഇന്ന് ഞാൻ ഇപ്പോൾ അക്കൗണ്ടൊക്കെ വാമപ്പ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് വാമപ്പ് ചെയ്യേണ്ട അതൊക്കെ വാമപ്പ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നാളെ മുതൽ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഇതിൻ്റെ മൊത്തത്തിൽ ഞാൻ റിവീൽ ചെയ്യും. അതായത് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ലെങ്കിലും ക്രിയേറ്റ് ആയില്ല. ഓക്കെ,
ഞാൻ ഷോപ്പിഫൈ ഡാഷ്ബോർഡ് കാണിക്കും, എൻ്റെ വെബ്സൈറ്റ് റിവീൽ ചെയ്യും, പിന്നെ എന്തൊക്കെ കാണിക്കേണ്ടോ അതൊക്കെ കാണിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ബ്ലാ പേരുകളൊന്നും പറയുന്നില്ല. പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ആദ്യം വെബ്സൈറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്ത് വെക്കില്ല. ഇപ്പം ഓർഗാനിക് ആണല്ലോ, ഓർഗാനിക് ഇപ്പം ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഞാനിപ്പം പ്രൊഡക്റ്റ് എന്താ പറയുക പോസ്റ്റ് ചെയ്യും, കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്തിട്ട് റീച്ച് ആവുമല്ലോ. അതായത് കണ്ടൻറ്റ് വൈറലാവുന്ന സമയത്ത് മാത്രമേ ഞാൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യൂ. അല്ലാണ്ട് ഞാൻ ആദ്യം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യില്ല. ആദ്യം വെറുതെ അതിന് വേറെ ടൈം നോക്കണ്ടല്ലോ. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ മൊത്തത്തിൽ റിവ്യൂ ചെയ്യും. ആൻഡ് പിന്നെ നോക്കാനല്ല സോ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ വെച്ചാൽ ഈ ഇൻ്റർനാഷണൽ ഓർഗാനിക്കിനെ പറ്റി ഞാൻ കൂടുതൽ സോഴ്സ് ചെയ്ത് ഇടുന്നതാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് തന്നെ ആരും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ഈ ഒരു കണ്ടൻറ്റ്, ഈ ഒരു ബേസ്ഡ് കണ്ടൻറ്റ് ആരും ചെയ്യുന്നില്ല. എല്ലാവരും ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പെയ്ഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് അതൊക്കെ ചെയ്യുന്നുള്ളൂ. ഓർഗാനിക് ഇതുവരെ ഞാൻ ആരും കണ്ടിട്ടില്ല. സോ പിന്നെ ബയോയിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചിലപ്പോൾ കൊടുക്കും, അറിയില്ല. സോ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചെറിയ സോഴ്സൊക്കെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇടാറുണ്ട്, സ്റ്റോറി റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ. സോ ഫോളോ.